ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും വൻപയർ കറിയും കൂടി ഉണ്ടാക്കാമെന്ന് ഞാൻ ഇന്നലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് പയർ ഇന്നലെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്കത്തേക്ക് കറിക്ക് പരിപ്പും മുരിങ്ങക്കായും വഴുതനങ്ങയും കൂടി ഒരു ചാറും ക്യാബേജും ക്യാരറ്റും കൂടി ഒരു തോരനും ആക്കാമെന്ന് വിചാരിച്ചു. ഈ മുരിങ്ങക്കായ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ. വഴുതനങ്ങ ഏട്ടൻ ഇവിടെ കൃഷി ചെയ്യുന്നതാട്ടോ. ഒരു കുഞ്ഞു കൃഷിയൊക്കെ ഉണ്ട്, ഒരു ദിവസം കാണിച്ചു തരാവേ. ക്യാബേജ് ഇത് മൊത്തം വേണ്ടി വരില്ല, ഇതിൻ്റെ പകുതിയേ വേണ്ടി വരുള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഇന്നലത്തെ മീൻകറി ഉണ്ട്, അതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ കുക്കറിൽ പയർ വേവിച്ച് വെച്ചിരുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ കുറച്ച് പരിപ്പ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മീൻകറി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻകറി ഇതാ തിളച്ച് വരുന്നുണ്ട്. പരിപ്പ് അപ്പോഴേക്കും വിസിലടിച്ച് റെഡി ആവുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ കുടിക്കാനുള്ള വെള്ളമൊക്കെ കുപ്പിയിൽ നിറച്ചു, കെറ്റിലിൽ വെള്ളം വെച്ചു. അതിനുശേഷം കുട്ടുവിനുള്ള റാഗിപ്പൊടി കലക്കി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ കലക്കി വെച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കിനും തെളി മാറി വരും കേട്ടോ. അതിന് വേണ്ടിയിട്ട് അത് കലക്കി മാറ്റി വെച്ചു. അതിനുശേഷം ക്യാബേജും ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ക്യാബേജ് അരിഞ്ഞെടുക്കുക ചെയ്തത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തേ. അതിനുശേഷം ദാ പയർ കറി റെഡിയാക്കുവാണേ. നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റി മസാലയും ചേർത്ത് വേവിച്ച് വെച്ച പയറും ചേർത്ത് ഇളക്കി അടച്ചു വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ക്യാബേജ് ക്യാരറ്റ് മിക്സിലേക്ക് കുറച്ച് സവോളയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി മൂടി വെച്ചു. അപ്പോഴത്തേക്കും ദാ പയർ കറിയും പുട്ടും റെഡി ആവുന്നുണ്ട്. പുട്ട് കുറ്റിപ്പുട്ടല്ല കേട്ടോ, ആവിപ്പുട്ടാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം പയർ കറി റെഡിയായ ശേഷം ഞാൻ നമ്മുടെ പരിപ്പും മുരിങ്ങക്കായും ഒക്കെ കൂടി വേവിക്കാൻ വെച്ചു. അപ്പോൾ ആ പുട്ടും പയറുകറിയും റെഡിയായി വന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട്. കറിയിലേക്ക് തേങ്ങ അരച്ച് ചേർത്തതിന് ശേഷം കടുകും കറിവേപ്പിലയും ചെറിയുള്ളിയും കൂടി താളിച്ച് ചേർത്ത് മൂടി മാറ്റി വെച്ചു. അതിനുശേഷം കടുക് താളിച്ച് ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ചുകൂടി ചെറിയുള്ളിയും കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് നമ്മുടെ അരിഞ്ഞു വെച്ചിരുന്ന മിക്സ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചു. കുറച്ച് തേങ്ങയും കുറച്ച് വെള്ളവും ഒഴിച്ച് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദാ കുട്ടു എണീറ്റ് വന്നു കേട്ടോ. കുട്ടു ഇന്ന് അച്ചയാണ് എടുത്തത്. അച്ച എടുക്കുന്ന ദിവസങ്ങളിൽ അവനൊരു പ്രത്യേക സന്തോഷമാണ്. അപ്പോഴത്തേക്കും ദാ പാപ്പൂസും എണീറ്റു. ഇവർ രണ്ടാളും ഒരുമിച്ച് എണീക്കും കേട്ടോ. ഒരാൾ എണീറ്റാൽ പിന്നെ മറ്റേ കിടക്കില്ല. പാപ്പൂസ് എണീറ്റ് വന്നാൽ നേരെ അടുക്കളയിലേക്ക് വരും. അപ്പോൾ അവനെ എടുക്കണം. എടുത്ത് മുഖമൊക്കെ കഴുകി കൊടുത്ത് പാലൊക്കെ കൊടുത്താലേ ആളൊരു ഉഷാറാകുള്ളേ. ഞാൻ ക്യാമറ നോക്കാൻ പറഞ്ഞപ്പോൾ നോക്കുന്നുണ്ട്. ചിരിക്കാനോ ടാറ്റ പറയാനൊന്നും പറഞ്ഞിട്ട് ആളത്ര മൈൻഡ് ആക്കുന്നില്ല കേട്ടോ. അത് ഉറക്കക്ഷീണം കൊണ്ടാണ്. പിന്നെ കുട്ടൂസ് ഞാനാണ് എടുക്കുന്നതെങ്കിൽ അവനൊരു മൂഡ് ഓഫ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ചിണുങ്ങിക്കൊണ്ടേ ഇരിക്കുവേ. പക്ഷേ ഏട്ടനാണെങ്കിൽ ഏട്ടൻ കുറച്ച് സമയം തൊട്ടിയിൽ കിടത്തി കളിപ്പിച്ചിട്ടൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ അവനൊരു സന്തോഷമുണ്ട്. ആ ചിരിയാണ് കേട്ടോ നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാവേ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.